ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഞാൻ രാവിലെ തന്നെ ട്യൂഷന് പോവാണ്. അപ്പോൾ യൂണിഫോം ഇട്ടിട്ടാണ് പോകുന്നത്. കാരണം ഇന്നലെ നമ്മുടെ സ്കൂളിലത്തെ ഫസ്റ്റ് ഡേ കാരണം നമ്മൾ കളറായിരുന്നു, പ്രവേശനോത്സവമായിരുന്ന കാരണം. പക്ഷെ ഇന്ന് തൊട്ട് ക്ലാസ് തുടങ്ങുകയാണ്. അപ്പം യൂണിഫോം ഇട്ടിട്ട് വേണമല്ലോ സ്കൂളിലേക്ക് പോകാൻ. അപ്പം ഞാൻ രാവിലെ തന്നെ ട്യൂഷൻ ക്ലാസ്സിലേക്ക് യൂണിഫോം ഇട്ടിട്ടാണ് പോകുക. പക്ഷെ മുടി കെട്ടാറില്ല, മുടി വന്നിട്ടാണ് കെട്ടാം. അങ്ങനെ ഗൈസ്, നമ്മൾ ട്യൂഷന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എല്ലാവരും ട്യൂഷൻ ക്ലാസ്സിലേക്ക് യൂണിഫോം ഇട്ടിട്ടാണ് വരുന്നത്. കാരണം ഇനിയിപ്പോൾ ട്യൂഷന് വന്നിട്ട് പിന്നെ യൂണിഫോം ഇട്ടിട്ട് പോകാനൊന്നും നേരം ഉണ്ടാവില്ല. അത് കാരണം അങ്ങനെ ഗൈസ്, നമ്മൾ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പ്രകൃതി ഭംഗി. പക്ഷേ ഗൈസ്, ഇവിടുത്തെ വെള്ളമൊക്കെ നല്ലപോലെ തുറന്നു വിട്ടു. എനിക്ക് തോന്നുന്നു വറ്റിക്കാൻ നോക്കുകയാണെന്ന് തോന്നുന്നു. കാരണം അവിടെ ഇങ്ങനെ ഒരു മരക്കഷ്ണം വെച്ചിട്ടൊക്കെ ഇങ്ങനെ അടച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഭാഗത്ത്. പക്ഷെ അതൊക്കെ ഇപ്പോൾ തുറന്നു വിട്ട് നല്ല പോലെ വെള്ളം പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പോൾ കുന്തി നടന്നു പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കാലിന് ഡാൻസ് കളിച്ചപ്പോൾ എന്താ പറ്റി ഗൈസ്, കുറേ നാൾക്ക് ശേഷം ഞാൻ ഡാൻസ് കളിക്കാൻ പോയപ്പോൾ ഒരു സ്റ്റെപ്പ് കളിച്ചതാണ്. അപ്പോൾ ചെറുതായിട്ട് കാലിനൊരു വേദന. അപ്പോൾ അതാണ് ഞാനിങ്ങനെ നടന്നു പോകുന്നത്. അപ്പോൾ അച്ചു സ്കൂളിൽ പോവാണ്. +2 +1 റിസൾട്ട് പറയണോ അച്ചോ? വേണ്ട അല്ലേ? ഞങ്ങൾ +1 റിസൾട്ട് ആരോടും പറയില്ല, +2 പറയുള്ളൂ. അപ്പൊ അവൻ ബസ് കാത്തുക്ക. അച്ചു പോവാട്ടാ സ്കൂളിലേക്ക്, അവൻ്റെ ബസ് വരും. അപ്പം അവൻ ബസ്സിൽ പോവാണ്. ഞാൻ ഇപ്പം മാളൂന് വിളിക്കാൻ പോവാം. മാളൂന് ട്യൂഷൻ കഴിഞ്ഞിട്ടുണ്ടാവും. ബോഡി ഗാർഡ്, മാളൂൻ്റെ ബോഡി ഗാർഡാണ്. അങ്ങനെ ട്യൂഷൻ വിട്ട് വന്ന് ഞാൻ നേരെ ഇരുന്നത് ഫുഡ് കഴിക്കാനാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചു. ഈ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇനി മുടി കെട്ടാനൊക്കെ. പിന്നെ ഞാൻ ഈ ഒരു സംഭവം കാണിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അച്ചുവിൻ്റെ ബുക്കാണ് 10th. അപ്പോൾ അതിൻ്റെ ബാക്കിൽ കുറേ രഹസ്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോഴാണ് അമ്മ ഒന്ന് വീഡിയോ എടുത്തത് ഗൈസ്. ഇങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ സ്കൂളിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്കൊന്നും സംസാരിക്കാനൊന്നും പാടില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ബുക്കിലൊക്കെ എഴുതി കൊടുക്കില്ല. അതുപോലെ ഇവർ ഇംഗ്ലീഷ് ബുക്കിൽ എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എക്സ്ചേഞ്ച് ചെയ്തിരിക്കുകയാണ് ഗൈസ്. എനിക്കാണെങ്കിൽ ഇങ്ങനെ കഴിഞ്ഞ കൊല്ലത്തെ ആൾക്കാരുടെയൊക്കെ ബുക്ക് കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് തന്നെ ബാക്ക് പേജിലേക്കാൻ പോകുക. കാരണം അവിടെ ചിലപ്പോൾ കുറേ രഹസ്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ തപ്പിയപ്പോഴാണ് കഴിച്ച് ഞാൻ ഇങ്ങനെ ഒരു സംഭവം കണ്ടത്, ഇംഗ്ലീഷ് ടെക്സ്റ്റിന്റെ ബാക്കിൽ. ഇത് അച്ഛൻ്റെ ബുക്കാ. ആരുടെ ബുക്കാന്ന്? അച്ഛൻ്റെ ബുക്ക പേരുണ്ടായിരുന്നു, ഇതുമ്മ കവറുണ്ടായിരുന്നു, അതിന് പേരുണ്ടായിരുന്നു. അത് പൊതിയണ അച്ഛനെ ഇതൊക്കെ എഴുതിയത് വായിക്കാൻ അറിയോ? രണ്ടാമത്തെ ദിവസം തന്നെ ഇത്ര അധികം ചോറ് മാത്രമേ പിടിയാ. ഇങ്ങോട്ട് കാണിക്കോ പറയണേ എന്നാ പുറത്തേക്ക് വരാ മറിച്ചിലൊക്കെ ഇങ്ങോട്ട് അങ്ങനെ ഗൈസ്, എല്ലാവരും ടാറ്റ ബൈ ബൈ പറഞ്ഞ് കുക്കുനും ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കുഞ്ഞാറ്റ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. അവളുടെ ബാഗും കൂടെയും കൂടെ എനിക്ക് തരുമെന്നിട്ട് അവൾ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ കളിച്ച് കൊണ്ടിരിക്കുന്നത്. പിന്നെ സ്കൂളിലേക്ക് പോകണ വഴിക്ക് ഞാൻ കടയിലൊന്നും കയറി. കാരണം എനിക്ക് കമ്മൽ വാങ്ങണമായിരുന്നു, പിന്നെ എനിക്ക് റിബൺ വാങ്ങണം. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഞാൻ ഒരു കടയിൽ കയറി കമ്മലും റിബണൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് ഒരു റിങ്ങും വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ സ്കൂളിൽ പോകണം. വണ്ടി ഇതാരത്?
ഇതാരത് ഒളിച്ചു ഒളിച്ചു പറഞ്ഞേ ഗേറ്റ് ഒന്ന് തുറക്കോ ഗേറ്റിന്റെ പുറത്തേക്ക് പോവാ ഗേറ്റിന്റെ പുറത്തേക്ക് പോവാൻ വിട് വിടറാ പുറത്തേക്ക് കൊണ്ടുപോണ്ട ഇവിടെ നിന്നോട്ടെ കുറച്ചേരം കാഴ്ച കണ്ട് നിൽക്കട്ടെ നീ നിന്നാ മതി അടുത്ത് നീ ഇവിടെ നിന്നാ മതി അങ്ങനെ കാഴ്ച കണ്ട് നിൽക്കാൻ ഇഷ്ടമായിട്ട് ഗൈസ് അമ്മച്ചിതേ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോ കുട്ടികള് ഇന്നാണല്ലോ അവർക്ക് ശരിക്കും ക്ലാസ് തുടങ്ങിയേക്കണം. ഇന്നലെ അവരെ കൊണ്ടിരുത്തി നേരം വരെ ഇരുത്തി കുഞ്ഞാറ്റിക്ക് ഉച്ചയായപ്പോ തീർന്നു ഇന്നലെ. കുഞ്ഞാറ്റിക്ക് ഉച്ച വരെ ഉണ്ടായിരുന്നുള്ള മാളു 10ാം ക്ലാസ്സിലല്ലേ, അപ്പൊ അത് കാരണം തന്നെ 3 മണിക്കാ ഇന്നലെ 3 മണിക്ക് 3 മണി വരെ ഇരുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇന്ന് 4 മണി വരെ ഉണ്ട് അവർക്ക്. അപ്പൊ അത് കഴിഞ്ഞ് വരുമ്പോ ഓടി വരുന്നത് അടുക്കളയിലേക്കാണ് വിശന്നിട്ട്. അപ്പൊ ഞാൻ അവർക്ക് അട ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള പൊടിക്ക് കോഴിക്കട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കാണുമ്പോ അവർക്ക് നല്ല സന്തോഷമായിരിക്കും. അപ്പൊ ആ സന്തോഷം കാണുമ്പോ നമുക്കൊരു തൃപ്തി. അങ്ങനെയൊക്കെ തന്നെ. പിന്നെ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും സ്കൂളിൽ പോയി എന്ന് വിചാരിക്കുന്നു. എന്റെ പൊന്നെ, ഇന്ന് ഞാനേ എറത്തിരിക്കായിരുന്നു. ആ തൂണിന്റെ ഇടയിൽ കൂടെ പിള്ളേര് അവിടെ അവര് മെഴുതിരി കത്തിക്കാനാ നേർച്ചയുടെ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ നിൽക്കുന്നു. കണ്ടില്ലല്ലോ. അവിടെ നിന്ന് തൊട്ടേ തുടങ്ങി ടാറ്റ. അപ്പൊ ഞാൻ മാത്രം ഉണ്ടായുള്ളൂ. അപ്പൊ ഞാൻ ടാറ്റ പറഞ്ഞു. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഇതുപോലെ തന്നെ അവിടെ നിന്ന് വിളി തുടങ്ങി. ഈ മാളൊക്കെ എവിടെയായിരുന്നാവോ? അവളിപ്പോ രാവിലെ ട്യൂഷനായ കാരണം വന്ന ഒരു നെട്ടോട്ടാ. ഇന്ന് രാവിലെ ഇപ്പൊ സ്കൂളിൽ പോണതിന്റെ ഒരു ഒരുക്കങ്ങൾ കാണിക്കുന്ന രീതിയിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം വരിക, ഫുഡ് കഴിക്കാം, തീരെ വിശ്രമമില്ല. അത് കഴിഞ്ഞ് 6 മണിയാകുമ്പോഴേക്കും ട്യൂഷന് കൊണ്ടാക്കി. ട്യൂഷൻ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് കുളിച്ചിട്ടാ പോണത് ട്യൂഷന്. അത് കഴിഞ്ഞിട്ട് വന്ന് ചോറുണ്ടു. സ്കൂളിൽ പോകാനുള്ള സമയമായി. ഇനി വന്നു കഴിഞ്ഞാൽ ട്യൂഷൻ ക്ലാസ്സിലത്തെയും സ്കൂളിലത്തെയും പഠിക്കാനുണ്ടാവും. അപ്പൊ 10 മണി 10:30 വരെ അങ്ങനെ ഇരുന്ന് പഠിക്കും. ഇടയ്ക്ക് വല്ലപ്പോഴും ഒന്ന് മൊബൈലിലേക്ക് നോക്കാൻ പറ്റും. ടി വി ഒട്ടും കാണാറില്ല. ടിവിയിൽ ഇരുന്ന് ടാബില് ഇൻസ്റ്റാഗ്രാമില് റീൽസ് ഒക്കെ കുറച്ചേരം നോക്കും. അപ്പൊ അങ്ങനെ പിന്നെ ഇൻസ്റ്റയില് കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അവർക്കൊന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ കാരണം ഇതാണ്, അവൾക്ക് എല്ലാത്തിലും റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. കൊറേ പേർക്ക് കൊടുക്കാം. കൊറേ പേർക്ക് പഠിക്കാനുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല അവരനെ. അപ്പൊ തീരെ സമയമില്ലേ ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ. പിന്നെന്താ കഴിഞ്ഞിട്ടില്ല. കുഴിക്കട്ട അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്കൂളൊക്കെ വിട്ട് വന്നു. പിന്നെ ഗൈസ് സ്കൂളിൽ പോകുന്ന ലുക്ക് സ്കൂൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഉണ്ടാവില്ല ഗൈസ്. ഒരു പ്രാന്തത്തിയുടെ ലുക്കായിരിക്കും വരുമ്പോൾ. അവളെ എളുപ്പത്തിന് കെട്ടിയതാവും. നീ കിട്ടില്ല? ആ കൂട്ടുകാരിയാണോ? നിങ്ങളുടെ ക്ലാസ്സിന് ഷിഫ്റ്റ് ഇതാക്കിയാ? അന്നമ്മയോ? ഞാൻ പറഞ്ഞ പക്ഷേ സംസ്കൃത പരീക്ഷ അവള് വരും. പിന്നെ പഠിപ്പിച്ചാ എന്നിട്ട് എടുത്ത ടീച്ചർ എടുത്തു തുടങ്ങിയിട്ടുള്ളൂ ഫസ്റ്റ്. പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് വിശക്കണ്ടാ? ഇവന്റെ വീട് വയനാടാണ് ഗൈസ്. ഞങ്ങക്ക് വയനാട്ടിൽ നിന്ന് കളഞ്ഞു കിട്ടിയതാണ് ഇവനെ. ഇവനെന്താ സ്കൂളിൽ പോവാത്ത? വയനാട്ടിൽ ഇവനെ കളഞ്ഞു കിട്ടിയതാണ്. നല്ലൊരു കുട്ടിയാ, സൂപ്പർ കുട്ടിയാണ്. ഏത് ഫാദർക്ക് വിളിച്ചിട്ട് ആ കടയെ പോണടാന്ന് പറഞ്ഞെന്റെ താമസമുള്ളൂ. എന്നിട്ട് ഇത് വലിച്ചു വെച്ചിരുന്നേ. പക്ഷെ ഇത്തിരി കുറുമ്പുണ്ട്, എന്നാലും നല്ല കുട്ടിയാണ്. നന്നായി സഹായിക്കും. ഞാൻ എന്ത് പണിയെടുക്കാൻ വയനാട് പോവാത്തതിന്റെ കാരണം വേറെ ഒന്നല്ല, അവന്റെ മമ്മയും പപ്പയും ഒരു സ്ഥലം വരെ പോയിരിക്കാണ്. അപ്പൊ 2 ദിവസം കൂടി കഴിയും അമ്മയും പപ്പയും വരാൻ. വന്നിട്ട് വേണം അവനിങ്ങനെ സഹായിച്ചാൽ മതിയില്ല. അടിയാണ് അവന്
സ്കൂളിൽ പോയില്ലേ? അവനെ ഞങ്ങള് ഹോട്ടലിലെ പൊറോട്ട അടിക്കാൻ നിർത്താൻ പോവാ. ഞങ്ങള് എന്താ പറയാ, ഓണത്തിന്റെ വെക്കേഷന് വയനാട് വരണെങ്കില് നോക്കിയേ, നീ പഠിച്ച നല്ല മാർക്ക് ഞങ്ങൾക്ക് വാട്സാപ്പിൽ അയച്ചു മാത്രമാണ് ഞങ്ങള് ഇങ്ങോട്ട് വരുത്തിക്കില്ല. അന്ന് വന്ന പോലെയല്ലേ ഇനി വരുമ്പോ. ഇനി നീ ഓണപരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിച്ചു പറഞ്ഞാൽ മാത്രമേ വരുള്ളൂ മാളോ, അല്ലെങ്കിൽ നമ്മൾ പോവില്ല ഗൈസ്. അപ്പൊ ഞങ്ങള് വരുമ്പോ ഗ്ലാസ് ഫ്രിഡ്ജാ, എന്ത് ഫ്രിഡ്ജ് വേണമെങ്കിലും ഫ്രിഡ്ജ് വേണമെങ്കിലും കേറ്റാം. ഓക്കെ ഡി. മാർക്കാണെങ്കിൽ ഞങ്ങള് കുറച്ച് കോഴി മുട്ട ഇവിടുന്ന് അങ്ങോട്ട് ഇതാണ് അമ്മച്ചി ഉണ്ടാക്കിയത്. പക്ഷെ എനിക്ക് ഇഷ്ടം ഇത് കണ്ടോ ഉണ്ടയാണ്. ഇതൊന്ന് കാണിക്കും. പിന്നെ ഞാനും ജിസ്മോനും കൂടെ ഒരുമിച്ചിരുന്ന് ചായയും അടയൊക്കെ കഴിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ജിസ്മോന്റെ പപ്പയും അമ്മയും വിളിച്ചത്. അപ്പം അവൻ അവരോട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു കുറച്ചു നേരം. അതിലേ എനിക്കൊരു കാര്യം പറയണ്ട്. നിങ്ങൾ നടക്കണ സ്ഥലം കാണിച്ചോ? കാണിക്ക്, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. മാറ്റല്ലേ? അമ്മ അമ്മ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞാറ്റ അവളുടെ ബിസ്ക്കറ്റ് പാത്രം കൊണ്ടുവന്നിരുന്നു. കാരണം അവൾക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അത്ര ഇഷ്ടമല്ല, അവൾ കഴിക്കാറില്ല അധികം. അവൾക്ക് ഇങ്ങനെ ബിസ്ക്കറ്റ് ചായലമുക്കി കഴിക്കാനൊക്കെയാണ് ഇഷ്ടം. അപ്പം അവൾ അവളുടെ ബിസ്ക്കറ്റ് പാത്രം കൊണ്ടുവന്നിരുന്നു കുറച്ചു നേരം തിന്നാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ ഞാനിങ്ങനെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു സ്കൂൾ ബസ് പോകാറുണ്ട്. അപ്പോൾ ഞാൻ മുമ്പും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സ്കൂളൊക്കെ തുറന്നില്ല. അപ്പോൾ അതേ വീണ്ടും അവർ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇപ്പോഴും ആ ബസ് പോകുന്നുണ്ട്. അപ്പം നമ്മുടെ കുട്ടികളൊക്കെ അതിനകത്തുണ്ട്. അപ്പം അവരൊക്കെ കാണുമ്പോൾ ടാറ്റയൊക്കെ തരും. എന്റെ തലയിൽ മമ്മ പേന കളയാൻ പോടും. തലയിൽ ഗൈസ് നമുക്ക് കുരു നോക്കൂ. പ്രേമക്കുരു എന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് പ്രേമമില്ല ഗൈസ്. അല്ല, അത് ജങ്കൂക്കിന്റെ പ്രേമക്കുരു. ഓക്കെ, അപ്പം ഇന്നലെ ഞങ്ങൾ എടുത്ത ഫോട്ടോയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് രണ്ട് ചേച്ചിമാർ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവരിങ്ങനെ പ്രൊഡക്ട്സ് ഒക്കെ ഇങ്ങനെ വിൽക്കാൻ മീൻസ് ഇങ്ങനെ കൊടുക്കാൻ നടക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടി വന്ന ചേച്ചിമാരാണ് ഗൈസ്. അപ്പോൾ അവർ നമ്മുടെ വീഡിയോസും കാണാറുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പറഞ്ഞു, നമ്മളെ നേരിട്ട് ഇങ്ങനെ കണ്ടപ്പോൾ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ചേച്ചിമാർ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോയി ഗൈസ്. പിന്നെ നമ്മളൊരു 2 ചവിട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ നിന്ന്. അങ്ങനെ ഒരു 3D പോലത്തെ ഇങ്ങനെ ഫ്ലവേഴ്സ് ഉള്ള പോലത്തെ ഇങ്ങനെ ചവിട്ടി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. നല്ല ഭംഗിയുണ്ട് കാണാൻ. വടക്കിടാം, നല്ല രസമുണ്ടാവും. ഏത് കളർ വേണ്ട? നമുക്ക് ഇത് മതി. 3D രണ്ടും 3D തന്നെയാ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ അച്ചു ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നു ഗൈസ്. നമ്മുടെ അച്ചു +2 ആണ്. അപ്പൊ അടുത്ത കൊല്ലം അച്ചുവിന്റെയും എന്റെയും മാർക്കായിരിക്കും എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ടാവുക. പിന്നെ ഞാൻ തലയിൽ ആ പേൻ പോകാനുള്ള മരുന്നൊക്കെ തേച്ച് പോയി കുളിച്ചു. ഇനിയാണ് പഠിക്കാൻ വയ്ക്കണം ഗൈസ്. ഇപ്പൊ പഠിക്കാനൊക്കെ നല്ല പോലെ ഉണ്ട്. ഒന്നാമത് ട്യൂഷൻ ക്ലാസ്സിൽ നിന്നുണ്ട്. പിന്നെ നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ ക്ലാസ്സുകളൊക്കെ എടുത്ത് തുടങ്ങി. അപ്പൊ പഠിക്കാനൊക്കെ തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് പഠിക്കണം. അപ്പൊ ഞാൻ ഇനി പോയി പഠിക്കുകയാണ് ഗൈസ്. അപ്പൊ ഗൈസ് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.